രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിത സുപ്രീം കോടതി സൈബർ അധിക്ഷേപ കേസിൽ തടസ്സ ഹർജി നൽകി. ദീപ ജോസഫിന്റെ ഹർജിയിൽ അതിജീവിതയുടെ തടസ്സ ഹർജി കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗിക അതിക്രമണ കേസിലാണ് അതിജീവിത സുപ്രീം കോടതിയിൽ സൈബർ അധിക്ഷേപ കേസിൽ തടസ്സ ഹർജി നൽകിയിട്ടുള്ളത്. ദീപ ജോസഫിന്റെ ഹർജിയിൽ അതിജീവിതയുടെ തടസ്സ ഹർജി കേസിലെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ. ലൈംഗിക പീഡന കേസിലെ അതിജീവിതയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ദീപ ജോസഫ് നൽകിയ ഹർജിയിൽ തടസ്സ ഹർജിയാണ് ഇപ്പോൾ ഈ അതിജീവിത ഫയൽ ചെയ്തിരിക്കുന്നത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് ഈ ദീപ ജോസഫ്. അതേപോലെ തന്നെ ദീപ ജോസഫ് നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആണ് ഇപ്പോൾ ഈ അതിജീവിത തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ദീപ ജോസഫ് നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ വിവരങ്ങൾ ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഈ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ ദീപ ജോസഫിനെതിരെ പോലീസ് ചുമത്തിയിരുന്ന കുറ്റം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അതിജീവിത തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. തന്റെ വാദമുഖങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ ഈ അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തുടർ നടപടികളിലേക്ക് ഏതായാലും ഇപ്പോൾ നീങ്ങിയിട്ടില്ല. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വഴിയാണ് ഇപ്പോൾ ഈ അതിജീവിത തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. വിനോദ്, ഈ കേസിന്റെ അടുത്ത ഘട്ടം ഏത് നിലയിലായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിനടക്കം സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഇതിൽ ഉരുത്തിരിയാനുള്ള സാഹചര്യമുണ്ടോ നന്ദഗോപൻ? മറ്റ് നിയമവശങ്ങൾ കൂടി. വിനോദ്, നിലവിൽ ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ നിലവിൽ പരിഗണനയിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിജീവിത തന്നെ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കിയിരിക്കുന്നത് തന്നെ അധിക്ഷേപിച്ച വ്യക്തിയാണ് ദീപ ജോസഫ്. ദീപ ജോസഫ് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും ഇടക്കാല ഉത്തരവ് നൽകുകയാണെങ്കിൽ അത് തന്റെ വാദമുഖങ്ങൾ കൂടി അല്ലെങ്കിൽ തന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് വേണം എന്നുള്ളതാണ് അതിജീവിത തന്റെ വാദമുഖങ്ങൾ കൂടി അല്ലെങ്കിൽ തന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് വേണം എന്നുള്ളതാണ് അതിജീവിത ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തന്നെ സമൂഹ മാധ്യമങ്ങൾ കൂടി അധിക്ഷേപിച്ചു, തന്റെ ഐഡന്റിറ്റി അടക്കം പുറത്താകുന്ന ഒരു സ്ഥിതി ഈ ദീപ ജോസഫിന്റെ പോസ്റ്റ് കാരണം സമൂഹ മാധ്യമങ്ങൾ വഴി ഉണ്ടായിട്ടുണ്ട്. താൻ സമൂഹ മാധ്യമങ്ങൾ വഴി ഇതിനെ തുടർന്ന് നിരവധി അധിക്ഷേപങ്ങൾ നേരിട്ടു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ അതിജീവിത എന്ന നിലയിൽ തന്റെ ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്തു വെക്കൂടാത്തതാണ്. എന്നാൽ അത് അത്തരം തന്റെ വിവരങ്ങൾ പുറത്തു വരുന്ന രീതിയിലാണ് ദീപ ജോസഫിന്റെ പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ അത് തന്റെ വാദമുഖങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും സുപ്രീം കോടതിക്ക് മുമ്പാകെ ഈ അതിജീവിത ഇപ്പോൾ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നീക്കങ്ങൾ വളരെ പ്രസക്തമാകും. വിനോദ്, വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടൽ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ സൈബർ അധിക്ഷേപ കേസിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.